കേരള സ്റ്റോറി 2 സിനിമയുടെ പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സെൻസർ ബോർഡിന് ഹൈക്കോടതി നോട്ടീസ്. സെൻസർ അനുമതി നിയമവിരുദ്ധമാണെന്നാണ് ആരോപണം. ഹർജി അടുത്ത ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. അഡ്വക്കേറ്റ് രാജേഷ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. രാജേഷ്, വലിയ വിവാദമായ ഒരു സിനിമയുടെ രണ്ടാം ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ ഹർജി സെൻസർ ബോർഡ് എങ്ങനെയായിരിക്കും ഇത് ഹൈക്കോടതി ഒരു നിലപാടെടുക്കുക എന്ന് നമുക്ക് കരുതാനാവുമോ? ഒപ്പം എപ്പോഴായിരിക്കും ഇനി ഇതിനുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിഗണനകൾ ഉണ്ടാവുക? അഖില, കേരള സ്റ്റോറിയുടെ ആദ്യ ചിത്രം അത്ര വലിയ ഒരു കലാമൂല്യമുള്ള ചിത്രമായി വിലയിരുത്തപ്പെട്ടില്ല. എങ്കിൽ പോലും ഒരു വർഗീയ ധ്രുവീകരണം, ലവ് ജിഹാദ് ഇങ്ങനെയുള്ള ചില കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇത് ഉത്തരേന്ത്യയിലൊക്കെ ഈ ചിത്രം വലിയ വിവാദത്തോടുകൂടി അല്ലെങ്കിൽ വിവാദം ഉണ്ടാക്കിക്കൊണ്ട് തന്നെ പ്രദർശിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ രണ്ടാം ഭാഗം ഇറക്കുമ്പോൾ കേരളവുമായി അല്ലെങ്കിൽ കേരളത്തിലെ സാമൂഹ്യ സ്ഥിതിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കഥ മെനഞ്ഞുകൊണ്ട് ചിത്രം ഇറക്കുന്നു എന്നുള്ളതാണ് ആരോപണം. അത് മാത്രമല്ല, കേന്ദ്രമന്ത്രിയുടെ സിനിമയ്ക്ക് പോലും, സുരേഷ് ഗോപിയുടെ സിനിമയ്ക്ക് പോലും ഒരു പേരിന്റെ പേരിൽ സെൻസർ ബോർഡ് വലിയ കടുംപിടുത്തം പിടിച്ചപ്പോൾ ഇത്തരത്തിൽ വലിയ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ സാധ്യതയുള്ള പ്രമേയവുമായി ഒരു സിനിമ വളരെ നിസാരമായി തന്നെ സെൻസർ അനുമതി നൽകിക്കൊണ്ട് പ്രദർശനത്തിന് എത്തിക്കുന്നു. അതും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് സമയത്ത്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഹർജി വന്നിട്ടുള്ളത്. ഏതായാലും ഹൈക്കോടതി ഹർജിയിൽ ഇതിന്റെ നിർമ്മാതാക്കൾക്കും ഇതിന്റെ സെൻസർ ബോർഡിനും ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ചൊവ്വാഴ്ച ഈ ഹർജി വീണ്ടും പരിഗണിക്കും. അതിനുള്ളിൽ ഇവർക്ക് വിശദീകരണം നൽകാം. ഈ വിശദീകരണം കൂടെ പരിഗണിച്ച ശേഷം ഒരുപക്ഷെ മുൻപ് പല ചിത്രങ്ങളും ഇതുപോലെ സെൻസർ അനുമതി ലഭിക്കാതെ ഹൈക്കോടതി നേരിട്ട് കാണുകയും കണ്ട് വിലയിരുത്തിയ ശേഷം നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ ചിത്രവും കോടതി ഒരുപക്ഷെ കണ്ട് വിലയിരുത്തിയ ശേഷം എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകാൻ സാധ്യതയുണ്ട്. ഏതായാലും സെൻസർ ബോർഡിന്റെ വിവേചനപരമായ ഒരു നടപടിയാണ് ഇത്തരം ചില ചിത്രങ്ങളോട് കാണിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ഉത്തമ ദൃഷ്ടാന്തമാണ് ഇത്തരം ഒരു ഹർജി ഹൈക്കോടതിയിൽ വന്നത് തന്നെ. ഇതിലും അത്ര വലിയ ഒരു വിവാദമോ പ്രശ്നമോ ഇല്ലാതെ ഒരു പേരിന്റെ പേരിൽ മാത്രം സെൻസർ അനുമതി നിഷേധിച്ച ചിത്രങ്ങൾ നിലവിലുള്ളപ്പോഴാണ് കേരള സ്റ്റോറി 2 എന്ന പേരിൽ ഒരു വിവാദമായേക്കാവുന്ന ഉള്ളടക്കമുള്ള ഒരു ചിത്രത്തിന് വളരെ നിസ്സാരമായി സെൻസർ അനുമതി നൽകിയത്. ഇതാണ് ഹൈക്കോടതി ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ശരി, അഡ്വക്കേറ്റ് രാജേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.